ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ പടവലങ്ങ വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കൂ കേട്ടോ. പടവലങ്ങ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊടാതാണ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിയ പടവലങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പടവലങ്ങ എടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പുറം ഭാഗവും ഉൾഭാഗവും ഒക്കെ കത്തി വെച്ച് നല്ലപോലെ ചുരണ്ടി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇനി തയ്യാറാക്കാനായിട്ടൊരു കടായി എടുത്തിട്ടുണ്ട്. കടായി നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്തിലേക്ക് നമുക്ക് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുഴുവനായിട്ടുള്ള ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉഴുന്നും കൂടി ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവാളയാണ് കേട്ടോ. അപ്പോൾ 2 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ പടവലങ്ങ എടുക്കുന്നത് അതിനനുസരിച്ച് ഒരു സവാള എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുതായതുകൊണ്ടാണ് 2 സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി കേട്ടോ. സവാള കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പടവലങ്ങ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരിക്കലെങ്കിലും പടവലങ്ങ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പടവലങ്ങ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. പടവലങ്ങ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയിൽ വേണ്ടോ വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും വേവിക്കരുത്. ഈ ഒരു ഐറ്റം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. പടവലങ്ങയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് പടവലങ്ങയൊക്കെ ആവിയിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്താണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത്. നോൺ വെജൊന്നും കഴിക്കാത്തവർക്ക് ഇത് ഈ ഒരു രീതിയിലും തയ്യാറാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തുടർന്ന് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. താങ്ക്